ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വേദപുസ്തക ഭാഗം റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വചനങ്ങളാണ്. അബ്രാഹാമിൻ്റെ മാതൃക എന്നതിന് നമുക്ക് ഹെഡിങ് കൊടുക്കാം. ബൈബിൾ അങ്ങനെയാണ് ബൈബിൾ അത് കൊടുത്തിരിക്കുന്നത്. അബ്രാഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണെന്ന് പ്രതിപാദിക്കുന്നത്. കണ്ണുകളടയ്ക്കാം, നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് എന്ന് നമ്മളോട് സംസാരിക്കുവാൻ വചനം കേൾക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് ഈ മാരാനാത്ത് റിട്രീറ്റ് യൂട്യൂബ് ചാനലിലൂടെ കേൾക്കുന്ന എല്ലാ വ്യക്തികളും, എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ദേശം അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഓരോരുത്തർക്കും വലിയ ദൈവകൃപ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഉയർന്ന സ്വരത്തിൽ സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവാത്മാവ് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരക്തത്താൽ എല്ലാവരും കഴുകപ്പെടട്ടെ. ഈ ശബ്ദപരിധിക്കുള്ളിലുള്ള എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ പൈശാചിക ബന്ധങ്ങളും നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. എല്ലാവരെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈ ശുശ്രൂഷയ്ക്ക് കർത്താവ് നമ്മളെ കൂട്ടിച്ചേർത്ത കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അബ്രഹാം പിതാവ് ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതീകരിക്കപ്പെട്ടു എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളതും നമ്മൾ വിശ്വസിച്ചിട്ടുള്ളതും. അബ്രഹാം പിതാവ് പരിച്ഛേദനത്തിൽ, രക്തബന്ധത്തിൽ പരിച്ഛേദനക്കാരുടെ എല്ലാം പിതാവാണ്. സൽപ്രവൃത്തികളുടെ അനുഷ്ഠാനത്തിൽ അദ്ദേഹം വളരെ ശ്രേഷ്ഠതയുള്ളവനുമായിരുന്നു. എന്നാൽ ഇതൊന്നും പരിഗണിച്ചില്ല, മറിച്ച് വിശ്വാസമാണ് പരിഗണിച്ചതെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്ന് വായിച്ചേട്ട ഭാഗത്തിൽ ഇങ്ങനെ നമ്മൾ വായിച്ചു, അബ്രഹാം പ്രവൃത്തികളാലാണ് നീതീകരിക്കപ്പെട്ടതെങ്കിൽ അവന് അഭിമാനത്തിന് വകയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലെന്ന് മാത്രം. വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണത്. ഇന്ന് പല ആളുകളും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്, നന്നായി പ്രവർത്തിക്കുക, ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ പുറകിലാണ് എന്നാണ് പറയുന്നത്. നല്ല പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറകിലാണ്. അതുകൊണ്ട് അങ്ങനെ വിശ്വാസവും മറ്റ് അനുബന്ധപ്പെട്ട ദൈവിക ആത്മീയ കാര്യങ്ങളൊക്കെ പുറകിൽ നിർത്തിക്കൊണ്ട് പ്രവൃത്തികളിൽ മുന്നോട്ട് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ അഭിമാനിക്കാൻ വകയുണ്ട്. എല്ലാ മനുഷ്യരെ നോക്കിയിട്ട് പറയും, നല്ലൊരു പ്രവൃത്തിയാണ്, നന്നായി ചെയ്യുന്നു എന്ന് പറയും. അതുപോലെ അബ്രാഹത്തെക്കുറിച്ചും പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എന്താണ്, പരിച്ഛേദനയുടെ കാര്യത്തിൽ എല്ലാവരുടെയും പിതാവാണ്, സൽപ്രവൃത്തികളുടെ കാര്യത്തിലും എല്ലാവർക്കും നല്ല മാതൃകയാണ്, നല്ല ഗുണമാണ്, ശ്രേഷ്ഠതയുള്ളവനാണ്. പ്രത്യേകിച്ച് വിജാതിയരുടെ ഇടയിലൊക്കെ അബ്രാഹത്തെക്കുറിച്ച് പറയുന്നത്, നീ ഞങ്ങളുടെ പ്രഭുവാണെന്നാണ്. ഒരിക്കലിങ്ങനെ അബ്രാഹത്തിൻ്റെ ഭാര്യ സാറ മരിച്ചു, അടക്കം ചെയ്യാനായിട്ട് ഹിത്യരുടെ നാട്ടിൽ വെച്ച് അവരോട് സ്ഥലം ചോദിച്ചു. അവർ സ്ഥലം കൊടുത്തു, വളരെ സന്തോഷത്തോടുകൂടി സ്ഥലം കൊടുത്തു. അപ്പോൾ അതിൻ്റെ പൈസ കൊടുക്കാനായിട്ട് അബ്രാഹാം അവരോട് വില എത്ര എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, വില ചോദിക്കുന്നത് എന്ത്,
നിനക്ക് ഞങ്ങൾ വെറുതെ തന്നതാണ്, നിന്നോടുള്ള ബഹുമാനത്തിൽപ്പെടുത്തി തന്നതാണ്, കാരണം നീ ഞങ്ങളുടെ പ്രഭുവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശ്രേഷ്ഠനാണ് അദ്ദേഹം. സ്വജാതിക്കാരുടെ ഇടയിൽ മാത്രമല്ല, വിജാതിയരുടെ ഇടയിലും അദ്ദേഹം ശ്രേഷ്ഠനാണ്. നമ്മളെക്കുറിച്ചൊക്കെ പലപ്പോഴും ആളുകൾ അങ്ങനെ പറയുന്നത് എല്ലാ മനുഷ്യർക്കും പ്രിയപ്പെട്ടതാണെന്നാണ്. പക്ഷേ ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? അബ്രാഹത്തിന് പ്രവൃത്തിയാലാണ് നീതീകരിക്കപ്പെട്ടതെങ്കിൽ അവന് അഭിമാനത്തിന് വകയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലെന്ന് മാത്രം. അപ്പോൾ ദൈവസന്നിധിയിൽ വിലയുണ്ടാകണമെങ്കിൽ പ്രവൃത്തിയല്ല, വിശ്വാസം. അബ്രാഹത്തിൻ്റെ ശ്രേഷ്ഠത ഏതായിരുന്നു? അബ്രാഹത്തിന് പ്രവൃത്തിയും ഉണ്ടായിരുന്നു, വിശ്വാസവും ഉണ്ടായിരുന്നു. അപ്പോൾ വിശ്വാസത്താലാണ് അബ്രാഹാം നീതീകരിക്കപ്പെട്ടത്. ഇനി വിശ്വാസമുണ്ടെങ്കിൽ, വേറൊരു സ്ഥലത്ത് പൗലോസിലെ പറയുന്നുണ്ട്, പ്രവൃത്തി ഇത്തിരി കുറഞ്ഞാലും പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. അത് പരിഗണിക്കപ്പെടും, അത് പരിഹരിക്കപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും വിശ്വാസത്തേക്കാൾ അധികമായി പ്രവൃത്തിയെ കണക്കിലെടുത്തുകൊണ്ട് വിശ്വാസവും പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും കുർബാന അനുഭവമൊന്നും ഇല്ലാത്ത ഒരു പ്രവൃത്തിയായി മാറരുത്. അങ്ങനെയുള്ള സാമൂഹ്യ പ്രതിബദ്ധത ഉൾക്കൊള്ളുന്ന പ്രവർത്തകരൊക്കെ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. ഈ പ്രത്യാശ ഭവനിൽ പലരും സഹായിക്കാനൊക്കെ വരുമ്പോൾ ചിലരൊക്കെ അങ്ങനെ പറയാറുമുണ്ട്, വിശ്വാസത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, നല്ലത് പ്രവർത്തിക്കുക. അതുകൊണ്ട് അബ്രാഹത്തിൻ്റെ വിശ്വാസം നമുക്ക് ഏറെ ധൈര്യം നൽകുന്നു. അബ്രാഹത്തിൻ്റെ പുണ്യപ്രവർത്തികൾ, നീതിപ്രവർത്തികൾ നമുക്കേറെ മാതൃക തരുന്നു. പ്രവൃത്തി മാത്രമല്ല, 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ദാവീദ് പറയുന്ന ഭാഗമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനം ലഭിച്ചവൻ ഭാഗ്യവാൻ. അപ്പോൾ പ്രവൃത്തിയിലല്ല ഭാഗ്യവാനായിത്തീരുന്നത്, താൻ്റെ പ്രവൃത്തി വഴിയുള്ള തിന്മകളിൽ നിന്ന് മോചനം പ്രാപിച്ചവനും മാപ്പ് കിട്ടിയവനും പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായ മോചനം ലഭിച്ചവനുമാണ് ഭാഗ്യവാൻ. അവരെയാണ് വിശുദ്ധരെന്ന് വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അബ്രാഹത്തിൻ്റെ മാതൃക പിന്തുടരുന്നുണ്ട്. നമ്മളുടെ വിശ്വാസികൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയുന്നത് അബ്രാഹാമിൻ്റെ മടിയിലിരുത്തണമേ എന്നാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രാഹാമിനോട് കൂടെ ഇരിക്കണമെന്നാണ്. ഒരുപക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് യേശു പറഞ്ഞ ഉപമയിൽ നിന്നായിരിക്കാം. അബ്രാഹാമിൻ്റെ മടിയിൽ ലാസർ ഇരിക്കുന്നത് കണ്ടു എന്ന് സുവിശേഷം പറയുന്നതുകൊണ്ടായിരിക്കാം നമ്മളങ്ങനെ അബ്രാഹാമിൻ്റെ മടി എന്ന് പറയുന്നത്. അബ്രാഹാമിൻ്റെ മാതൃക നമുക്ക് ഏറെ വിശ്വാസ ജീവിതത്തിൽ നല്ലതാണ് എന്ന് പറയുമ്പോൾ തന്നെ ഹെബ്രായർ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളുടെ ഭരണകർത്താക്കളെ ഓർത്തുകൊള്ളണം, അവരുടെ നടപടികളുടെ അവസാനമോർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ഇരുന്ന് കേൾക്കണം. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളുടെ ഭരണകർത്താക്കളെ, നിങ്ങളുടെ ഇടയന്മാരെ ഓർത്തുകൊള്ളണം, അവരുടെ നടപടികളുടെ അവസാനമോർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കണം. അവരുടെ നടപടികളുടെ അവസാനം ഓർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസത്താലുള്ള നീതി പ്രവൃത്തി വഴി എല്ലാവരും വിശുദ്ധരായിത്തീരുന്നു. ഹല്ലേലൂയ,
ഹാലേലുയ്യാം, ഹാലേലുയ്യാം, ഹാലേലുയ്യാം. അതുകൊണ്ട് നമ്മുടെ ഈ സഭയിലുള്ള വിശുദ്ധന്മാരെയും ശുദ്ധിമതികളെയും രക്തസാക്ഷികളെയൊക്കെ നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. സഭ അതുകൊണ്ടാണ് അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ എന്താ പറയുന്നത്, കൂടുതൽ ശക്തിപ്പെടുത്താനും ദൈവത്തോട് ചേർന്ന് വിശ്വസിക്കുവാനും പ്രതിസന്ധികളിൽ തളരാതിരിക്കുവാനും വേണ്ടിയിട്ടാണ് ഓരോ വിശുദ്ധന്മാരെയും സഭ ഓരോ ശുദ്ധിമതികളെയും ഓർക്കുന്നത്. കാരണം എന്താണെന്നറിയോ, ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 12-ാം അധ്യായം 4 മുതൽ 7 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് എന്താ പറയുക, എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. യേശുക്രിസ്തുവിന് ഭയം കൂടാതെ സാക്ഷ്യം നൽകാൻ യേശു പറയുന്ന ധൈര്യമുള്ള ഒരു വാക്കാണത്, ധൈര്യപ്പെടേണ്ടുന്നതിനുള്ള വാക്കാണത്. ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിന് ശേഷം നിങ്ങൾ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അതേ ഞാൻ പറയുന്നു, അവനെ ഭയപ്പെടുവിൻ. ഹല്ലേലൂയാം, 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 ഹല്ലേലൂയാം. ആരെയാണ് ഈ ലോകത്ത് ഭയപ്പെടേണ്ടതെന്ന് ചോദിച്ചാൽ, ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ നശിപ്പിക്കുന്നവനെ ഭയപ്പെടുക. ശരീരത്തെ മാത്രം കൊല്ലാൻ കഴിയുന്നവനെ ഭയപ്പെടേണ്ട, അവനെ പേടിക്കേണ്ട എന്നാണ് പറയുന്നത്. ഒരു സുവിശേഷകനെ ഒരിക്കൽ കുറച്ച് ആളുകൾ കൂടി അയാളുടെ സുവിശേഷ ശുശ്രൂഷയിലൂടെ ഒരു സഭയിൽപ്പെട്ട ആളുകൾ അയാളുടെ സഭയിലേക്ക് പോകുന്നു എന്ന ഒരു കിംവദന്തി അല്ലെങ്കിൽ ഒരു വാർത്ത ചുറ്റുപാടും പ്രചരിക്കുവാനിടയായി. അപ്പോൾ കുറച്ച് പേര് കൂടി വളഞ്ഞ് അദ്ദേഹത്തെ വീട്ടിൽ കയറി ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. ഈ സുവിശേഷകനാണെങ്കിൽ ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച് യേശുക്രിസ്തുവിലേക്ക് വന്നയാളാണ്. അങ്ങനെ ഒരു രാത്രി അയാളുടെ സ്ഥലത്ത് അയാൾ താമസിക്കുന്ന ഭവനത്തോട് ചേർന്ന് ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറേ ആളുകൾ കയറി അയാളെ ഉപദ്രവിച്ചു. ഈ ഉപദ്രവിക്കുന്ന ആ സമയത്ത് വേറെ ചില ചെറുപ്പക്കാർ ചെന്ന് ആ ഉപദ്രവിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് പറഞ്ഞു വിട്ടു. പിറ്റേ ദിവസം ഈ ഇടയ്ക്ക് കയറിയ മധ്യസ്ഥന്മാരായിട്ടുള്ളവരിൽ ഒരാൾ പറഞ്ഞു, ഇന്നലെ ഞങ്ങളില്ലായിരുന്നു, കാണാമായിരുന്നു, മറ്റവർ നിങ്ങളെ തല്ലിക്കൊന്നോണ്ടേനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സുവിശേഷകൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അവർക്ക് എൻ്റെ ശരീരത്തെ കൊല്ലുവാനേ സാധിക്കുകയുള്ളൂ, എൻ്റെ ആത്മാവിനെ ഒന്നും ചെയ്യുവാനായിട്ട് സാധ്യമല്ല എന്ന്. ആ സുവിശേഷകൻ ഇന്നുവരെയും ഭയന്നിട്ടില്ല. ഇത് ഞാൻ പറയുന്നത് ഏകദേശം ഒരു 10-35 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. എന്നാൽ ഇന്നും ഈ അടുത്ത നാളിലാണ് ഞാൻ ആ മനുഷ്യനെ കാണുവാനിടയായി. അദ്ദേഹം വളരെ ശക്തമായി തന്നെ സുവിശേഷം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും സുവിശേഷകർ ഒരുപാട് പീഡനങ്ങൾ ആദിമകാലത്തും ഇപ്പോഴും പഴയ നിയമകാലത്തും അനുഭവിച്ചിട്ടുണ്ട് എന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ സുവിശേഷത്തിനു വേണ്ടി നിലകൊള്ളുന്നവർക്ക്, സുവിശേഷത്തിനു വേണ്ടി ജീവിക്കുന്നവർക്ക് സാക്ഷ്യമാണ് ഓരോ വിശുദ്ധന്മാർ. ഈ നാളുകളിൽ വിശുദ്ധ ഗീവർഗീസ് പെരുന്നാൾ പരിശുദ്ധ സഭയിൽ ആഘോഷിക്കുകയാണല്ലോ പ്രിയമുള്ളവർ. നമ്മുടെ ഈ ചാപ്പലിലും വളരെ ലളിതമായി വിശുദ്ധ ഗീവർഗീസ് പെരുന്നാൾ ആഘോഷിക്കാനിടയായി. ആ ഓർമ്മ കൊണ്ടാടി. ഈ വിശുദ്ധ ഗീവർഗീസ് ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അദ്ദേഹം നല്ലൊരു മാതൃകയാണ്. 7.5 വർഷക്കാലം പിതാവായ മോർ അപ്രേമിൻ്റെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള വിശുദ്ധ കുർബാനയുടെ അൻപടയോൻ എന്ന ഗീതം ചൊല്ലുന്ന ഭാഗത്ത് ചൊല്ലുമ്പോൾ
അപ്രേമിൻ്റെ ഗീതത്തിൽ ഇങ്ങനെയാണ് നമ്മൾ പാടുന്നത്: 7.5 കൊല്ലം കാരുണ്യം കണി കാണാത്ത 16 വിധിജ്ഞന്മാർ, 72 രാജാക്കന്മാർ, കാരുണ്യം കണി ഒരു ലേശം പോലും ഇല്ലാത്ത 72 രാജാക്കന്മാർ വിശുദ്ധ ഗീവർഗീസ് സഹദായെ 7.5 വർഷം പീഡിപ്പിച്ചു എന്നാണ്. 1-2 വർഷമല്ല, 10-15 ദിവസമല്ല. ഒരു ദിവസം പോലും നമുക്ക് പീഡനമേറ്റാൽ നമ്മൾ ഭയപ്പെട്ടു പോകുന്ന അനുഭവം. കർത്താവ് കൃപ തന്നില്ലെങ്കിൽ ഒരു 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 മിനിറ്റ് പോലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്ത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിക്കാൻ കടപ്പെട്ടവരാണ് വിശുദ്ധ ഗീവർഗീസിൻ്റെ ജീവിതം. 7.5 വർഷക്കാലം അദ്ദേഹത്തെ 72 രാജാക്കന്മാർ ഒരുമിച്ച് ചേർന്ന് പീഡിപ്പിച്ചു എന്നാണ്. എന്തിനു പീഡിപ്പിച്ചു? യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസം, യേശു ക്രിസ്തുവിലുള്ള ഗീവർഗീസിൻ്റെ വിശ്വാസം, തന്മൂലമുള്ള മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി നിർത്തണം. അതാണ് ഈ പീഡിപ്പിക്കാനുള്ള കാരണം. അപ്പോൾ 7.5 വർഷക്കാലം പീഡിപ്പിക്കപ്പെട്ട ഗീവർഗീസിനെ സഭ ഓർക്കുന്നത് പാപമോ അന്യായമോ വിഗ്രഹാരാധനയോ ഒന്നുമല്ല. കാരണം നമ്മളെ ഒരു ദിവസം പീഡിപ്പിച്ചാൽ നമ്മൾ ഭയന്ന് ഇതിൽ നിന്ന് പിന്മാറിപ്പോകുമെങ്കിൽ, നമുക്ക് ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ട വചനത്തിൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ ഈ വിശുദ്ധ ഗീവർഗീസിനെ ഓർക്കണം. നമ്മുടെ ശുശ്രൂഷകൾ വളരെ കാഠിന്യമുള്ളതാണ്. സുവിശേഷ പ്രസംഗം അല്ലെങ്കിൽ സുവിശേഷമനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടായിരിക്കാം പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പറയുന്നത്, കൊരിന്ത്യലേഖനം 1 കൊരിന്ത്യർ 11:1, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ. ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ. നല്ല ക്രൈസ്തവ ജീവിതം നയിച്ച വിശുദ്ധന്മാരെയും ശുദ്ധിമതികളെയും അവരുടെ സാക്ഷ്യങ്ങൾ ഉൾക്കൊണ്ട് അവരെ അനുകരിക്കുന്നത്, അവരുടെ മധ്യസ്ഥം യാചിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കേറെ പ്രയോജനം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളിൻ്റെ സന്ധ്യയുടെ പ്രമേയനിൽ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്: ഇവൻ ഞങ്ങൾക്ക് വേണ്ടി ആത്മീയ ജാമ്യമാകുന്നു. ഹല്ലേലൂയ. സന്ധ്യയുടെ പ്രമേയൻ വായിക്കുമ്പോൾ ഇങ്ങനെ ആ പ്രമേയനിൽ എഴുതിയിരിക്കുകയാണ്, ഇവൻ ഞങ്ങൾക്ക് വേണ്ടി ആത്മീയ ജാമ്യമാകുന്നു എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗീവർഗീസ് സഹദായെ പോലെയുള്ള വിശുദ്ധന്മാരുടെ രക്തസാക്ഷികളുടെ ജീവിതം ക്രിസ്തുവിൽ ഏറ്റവും അംഗീകരിക്കപ്പെട്ടതും പൂർണ്ണമായതുകൊണ്ട് ക്രൈസ്തവ സാക്ഷ്യ ജീവിതത്തിൽ കുറവ് വന്നിട്ടുള്ള നമുക്ക് ന്യായാസനത്തിങ്കൽ നിൽക്കുമ്പോൾ ജാമ്യം കിട്ടാതെ വരും. അതുകൊണ്ടാണ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നത്. പാപമെന്ന് പറയുന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പാപമാണ്. കടമെന്ന് പറയുന്നത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്, ആ നന്മകളെല്ലാം ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെ അളവ്, അതിൻ്റെ എണ്ണം കുറയുമ്പോൾ അത് കടമാണ്. പാപം ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് ഒരാൾ പൂർണ്ണനാകില്ല. യാക്കോബിലോ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഗീവർഗീസ് സഹദായെ ഈ നാളുകളിൽ സഭ ഓർക്കുമ്പോൾ ഗീവർഗീസ് സഹദായെ അനുസ്മരിച്ചുകൊണ്ട് 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് കുറ്റകരമാണ്. അദ്ദേഹം നല്ലൊരു മാതൃകയാണ് നമുക്ക്. ഓരോ പുണ്യവാന്മാരും പുണ്യവതികളും
നമുക്ക് നല്ല മാതൃകയാണ്. കാരണം അവർക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് അവരെ ഈ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ കാരണമാകുന്നത്. അവർ യേശുക്രിസ്തുവിൻ്റെ വാക്ക് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നവരാണ്. ശരീരത്തെ കൊല്ലുന്നവനെ ഭയപ്പെടേണ്ട എന്ന്. 7.5 വർഷക്കാലം ഇദ്ദേഹത്തെ പീഡിപ്പിച്ചപ്പോൾ ഈ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലെ തിരുവചനം അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ടാകും. 2 കുരുവികളെക്കാൾ വിലയുള്ളവരാണെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ചുമ്മാ ഒരു ദൂർത്തിൻ്റെയോ ഒരു സന്തോഷോല്ലാസങ്ങളുടെയോ അനുസ്മരണമല്ല പെരുന്നാൾ എന്ന് പറയുന്നത്. അതിനെ വിശുദ്ധമായിട്ട് കാണണം. പഴയ നിയമ പുസ്തകത്തിൽ തോബീത് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. തോബീത്. ആ പുസ്തകത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ 4-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം: പുണ്യവാന്മാരുടെ കബറിടങ്ങളിൽ അപ്പം വിളമ്പുക, പാപികൾക്ക് കൊടുക്കരുത്. തോബീത് എന്ന് പറയുന്ന ഒരു പിതാവ് തൻ്റെ മകൻ്റെ പേരും തോബീത് തന്നെയാണ്. കൊച്ചു തോബീതിനോട് പറയുന്നതാണ് ഈ ഭാഗം. അപ്പൻ മരണാസന്നമായിരിക്കുന്നു, അപ്പന് ഇഹലോകം വിടേണ്ട കാലമായി എന്നൊക്കെ അപ്പൻ്റെ ഉള്ളിൽ തോന്നിയിട്ട് അപ്പൻ മകനെ ഉപദേശിക്കുമ്പോൾ മകനോട് പറയുന്നതാണ്, നീ പുണ്യവാന്മാരുടെ കബറിടങ്ങളിൽ അപ്പം വിളമ്പുക, പാപികൾക്ക് കൊടുക്കരുത്. അക്കാലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇസ്രായേൽക്കാരുടെ ഇടയിൽ, യഹൂദന്മാരുടെ ഇടയിൽ അങ്ങനെ ഒരു വിചാരമായിരുന്നു, പാപികൾ ദൈവത്തിൽ നിന്ന് ശിക്ഷ ഏൽക്കേണ്ടവരാണ്. അപ്പോൾ പാപിയെ സഹായിച്ചാൽ സഹായിക്കുന്നവനും കുറ്റക്കാരനാകുമെന്ന്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കാലത്തേക്ക്, പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യേശുക്രിസ്തു പാപിയെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഈ പുണ്യവാന്മാരുടെ കബറിടങ്ങളിൽ അപ്പം വിളമ്പുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നേർച്ച സദ്യ നടത്തിയാലും, നെയ്യപ്പം കൊടുത്താലും, പാച്ചോറ് നേർച്ച കൊടുത്താലും, എന്തു കൊടുത്താലും പുണ്യവാനെ ഓർത്താണ് കൊടുക്കുന്നത്. അതൊരു കടമയാണ്, അതൊരു ഉത്തരവാദിത്തമാണ്. അതിനകത്ത് അലംഭാവം ഉണ്ടാകാൻ പാടില്ല. എന്തിനീ പാഴ്വേല എന്ന് ചിന്തിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ വളരെ ബുദ്ധിയുള്ളവരായിരിക്കണം, വളരെ വിവേകമുള്ളവരായിരിക്കണം. അവർ കുറേയും കൂടി കാര്യങ്ങൾ എന്തിനു വേണ്ടി എന്നുള്ള ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരിക്കണം. കാരണം എന്താണ്, അവരെ പരിശുദ്ധ സഭ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ആരാധനയ്ക്ക് തന്നെ നിൽക്കുമ്പോൾ പ്രഭാത പ്രാർത്ഥനയിൽ എങ്ങനെയാണ് പാടുന്നത്? പള്ളി ചെന്ന് വിശുദ്ധ ആരാധന, ഞായറാഴ്ച ദിവസത്തെ ആരാധനയ്ക്ക്, പ്രഭാത പ്രാർത്ഥനയ്ക്ക് നിൽക്കുമ്പോൾ, വ്രതമൊടു നിന്നെ പ്രസവിച്ച നിർമ്മല കന്യകയോടുകൂടെ നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾക്കർഹത നൽകണമേ. നിന്നാഗമനം പ്രവചിച്ച സത്യപ്രവാചകരോടുകൂടെ നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾക്കർഹതയേകണമേ. പരിശുദ്ധ അമ്മയോടുകൂടെ ശ്രേഷ്ഠന്മാർ ബസേലിയോസ്, ഗ്രീഗോറിയോസ്, ഈ പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ സഹോദരന്മാരുടെ കൂടെ, മൗദ്യാനന്മാരുടെ കൂടെ, നിബിയന്മാരുടെ കൂടെ, പ്രവാചകന്മാരുടെ കൂടെ നമ്മൾ ആരാധനയ്ക്ക് നിൽക്കാൻ ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ചുമ്മാ മണ്ടത്തരം പറഞ്ഞൊന്നുമല്ല പിതാക്കന്മാർ. സത്യവേദപുസ്തകം അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇന്നലെ നമ്മൾ പ്രസംഗത്തിൽ കേട്ടതാണ്. മഹത്വത്തോട് മഹത്വം കൂട്ടിയവൻ. നീ പാപിയാണെന്ന്, ഞാൻ പാപിയാണെന്ന് അവിടുന്ന് കണക്കിടാതെ
അവിടുത്തെ കൃപയാൽ മഹത്വത്തോട് മഹത്വം കൂട്ടിത്തം. അതുകൊണ്ട് ഇത്തരം ശുശ്രൂഷയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന, ദൈവിക വേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന സകല മനുഷ്യരും ഈ പുണ്യവാന്മാരെ എന്തിനാണ് ഓർക്കുന്നത്, എന്തിനാണ് ഈ പെരുന്നാൾ എന്നൊന്നും അവജ്ഞയോടെ കടന്നു പോകരുത്. വിശ്വാസമില്ലാത്ത മനുഷ്യർ, ദൈവ സ്നേഹമില്ലാത്ത മനുഷ്യർ ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം പല കോപ്രായങ്ങളും ഈ വിശുദ്ധന്മാരെ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് പലരും ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് തിന്മപ്പെട്ട മനുഷ്യൻ കോപ്രായങ്ങൾ കാണിക്കുന്നത് കണ്ടിട്ട് വിശുദ്ധന്മാരില്ല എന്നോ പെരുന്നാളില്ല എന്നോ ധരിച്ച് അതിനെ കടന്നു പോകാനിടയാകരുത്. അത് നിനക്ക് ദോഷമായിട്ട് മാറും. പുണ്യവാന്മാരുടെ കബറിടങ്ങളിൽ അപ്പം വിളമ്പുക പാപികൾക്ക് കൊടുക്കരുത്. ഞാനിങ്ങനെ ആ ഭാഗം ധ്യാനിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഇതൊരു യഹൂദ പശ്ചാത്തലത്തിൽ സംസാരിക്കുന്നതാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ പുണ്യവാന്മാരെ ഓർക്കുമ്പോൾ, അവരുടെ നാമത്തിൽ നേർച്ച നടത്തുമ്പോൾ, അവരുടെ നാമത്തിൽ എന്തെങ്കിലും ഒരു വിശേഷമായി എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നീ പാപിയാണെന്ന് പറഞ്ഞ് ആരെ മാറ്റി നിർത്താൻ പറ്റും? എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു. യഹൂദ പശ്ചാത്തലത്തിൽ പാപികൾക്ക് കൊടുക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, ഞാൻ ഇപ്പോൾ ധ്യാനിക്കുന്നത് എങ്ങനെയാണ്? പാപത്തോട് പുണ്യവാന്മാരുടെ കബറിടങ്ങളിൽ ചെല്ലരുത്. പാപത്തോടെ ചെന്ന് പുണ്യവാന്മാരുടെ കബറിടങ്ങളിൽ വിളമ്പുന്ന നേർച്ചകൾ കഴിക്കരുത്. പിന്നെയോ പുണ്യവാന്മാരെ ഓർത്ത് അവരുടെ മാതൃക അനുകരിച്ച് പാപമില്ലാതെ ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ ഓർമ്മയെ അനുസ്മരിക്കുകയും അവിടെ വിളമ്പുന്ന നേർച്ച കാഴ്ചകളിൽ താല്പര്യത്തോടുകൂടി പങ്കെടുക്കുകയും ചെയ്യുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധ സഭയിൽ നടക്കുന്ന ഓരോ ഓർമ്മയെയും ഒരു പെരുന്നാളിനെയും, അത് യേശുക്രിസ്തുവിൻ്റെ ആകട്ടെ, മാതാവിൻ്റെ ആകട്ടെ, പുണ്യവാന്മാരുടെ ആകട്ടെ, പുണ്യവതികളുടെ ആകട്ടെ, ആരുടെ തന്നെയായാലും ഒരു കാരണവശാലും പ്രിയപ്പെട്ടവരെ അവജ്ഞയോടെ കടന്നു പോകരുത്. താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പങ്കെടുക്കാതിരിക്കുകയോ താല്പര്യമില്ലാതെ പങ്കെടുക്കുകയോ അരുത്. ഏറെ സ്നേഹത്തോടെ ആ പുണ്യവാനെ ഓർക്കുന്ന ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാന അനുഭവിക്കുകയും സന്ധ്യാപ്രാർത്ഥനകളിലും തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളിലും ഒരു വിശുദ്ധിയോടുകൂടി, ഒരു പുണ്യവാൻ്റെ മനോഭാവത്തോടുകൂടി, ഒരു ദീർഘദർശി എന്നുള്ള നിലയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ടെന്നല്ല ചെയ്ത കർത്താവിനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയണം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. അബ്രാഹാം വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കാക്കി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടെ ആദ്യം പറഞ്ഞ വാക്കുകൾ വീണ്ടും പറയട്ടെ. ആരുടെയും നീതി പ്രവർത്തികളോ സൽപ്രവർത്തികളോ അല്ല, വിശ്വാസത്തിലൂടെയുള്ള സമർപ്പണമാണ് ജീവിതത്തിൻ്റെ അളവുകോല്. ക്രിസ്തുവിനോട് ചേർന്നാണോ, പിതാവായ ദൈവത്തോട് ചേർന്നാണോ നാം ജീവിക്കുന്നതെന്ന് അറിയുന്നത് നമ്മുടെ വിശ്വാസം ആഴപ്പെടുമ്പോഴാണ്. എന്താണ് നമ്മുടെ വിശ്വാസം? എത്ര വിശ്വാസമുണ്ട് നമുക്ക്? കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള വിശ്വാസം. വിശ്വാസത്താൽ യാത്ര ചെയ്യുകയാണ്. വിശ്വാസമെന്ന് പറയുന്നത് അത് നിസ്സാര കാര്യമല്ല. ഇന്ന് കാണുന്ന വിശ്വാസവുമല്ല. വിശ്വാസമെന്ന് പറയുന്നത് സമർപ്പണമാണ്, ഒന്നായി തീരലാണ്. ഇന്നത്തെ വചന ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ, രണ്ട് കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്ന്, അബ്രാഹാമിൻ്റെ മാതൃക ശ്രേഷ്ഠമാണ്. യഹൂദന്മാർക്കും ഭൂജാതിയർക്കും ഇന്ന് നാം ആയിരിക്കുന്ന ക്രൈസ്തവ സഭയ്ക്കൊക്കെയും അബ്രാഹത്തിൻ്റെ മാതൃക വളരെ പ്രചോദനമാണ്,
വളരെ ശക്തവുമാണ്. ഒപ്പം തന്നെ ഈ നൂറ്റാണ്ടിലെ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ വിശുദ്ധന്മാർ, ഓരോ വിശുദ്ധന്മാരെയും സഭ ഓർക്കുമ്പോൾ ആ വിശുദ്ധന്മാരുടെ ഓർമ്മ നമുക്ക് ശക്തമായ ജാമ്യമാണ്. അതുകൊണ്ട് നമുക്ക് വിശുദ്ധ ഗീവറീസകദായെ നാളുകളിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ സഭയിലൊക്കെ ഗീവറീസകദായെ ഓർക്കുന്ന എല്ലാ സഭകളിലും നല്ലൊരു വിശുദ്ധിയുടെ മാതൃക ഉണ്ടാകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇതിനായിട്ട് നമുക്ക് ദൈവം തന്ന സകല അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. കണ്ണുകൾ അടയ്ക്കാം. കേട്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ സമയം വരെ ഈ വചനത്തിന് മുമ്പിലിരുന്ന പ്രിയപ്പെട്ട നിങ്ങൾ ഈ സന്ധ്യാപ്രാർത്ഥനയോട് തുടങ്ങിയ നമ്മളെല്ലാ ദിവസവും ഈ ചാപ്പലിൽ 5:30 മണിക്ക് വന്നു ചേരുന്നതാണല്ലോ. പ്രാർത്ഥന, ഗീതങ്ങൾ എല്ലാം കഴിഞ്ഞിട്ടുള്ള അവസാന സമയത്ത് ഈ വചന ശുശ്രൂഷ വരെ ക്ഷമയോടെ ഇരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി നന്ദി. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പുണ്യവാന്മാരെ ഓർത്ത ശിക്ഷകൾ നീക്കണമേ. കാരുണ്യവാനായ കർത്താവേ, അവിടുത്തെ വിശുദ്ധന്മാരെ ഓർത്ത് ഞങ്ങളിലുള്ള ശിക്ഷകളെ നീക്കണമേ. യേശുവേ, അങ്ങയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച സഹദായാകുന്ന വിശുദ്ധ ഗീവർഗീസിൻ്റെ മധ്യസ്ഥത ഞങ്ങൾക്ക് ശക്തമായ ജാമ്യമായി നിൽക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥാ, ഇവിടെ ഒരു ദേവാലയം പണിയണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ആ ആലയം വിശുദ്ധ ഗീവർഗീസകദായുടെ നാമത്തിലായിരിക്കണമെന്ന് അവിടെ നൽകിയ ബോധ്യത്തിനും ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെയും മധ്യസ്ഥനായി വിശുദ്ധ ഗീവർഗീസിനെ സ്വീകരിക്കണമെന്നും നാഥാ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. യേശുവേ, വിശുദ്ധ ഗീവർഗീസകദായെ ഞങ്ങൾക്ക് മധ്യസ്ഥനായി നൽകിയതിന് യേശുനാഥ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ, ആ സഹദായുടെ പ്രാർത്ഥന, ആ സഹയുടെ മധ്യസ്ഥം ഞങ്ങൾക്കും ഒരു വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ തക്കവണ്ണം സാക്ഷ്യമുള്ളതായി തീരട്ടെ. ഓരോ വിശുദ്ധന്മാരെയും ഞങ്ങൾ ഓർക്കുമ്പോൾ പൗലോസ്ലീഹയുടെ വചനങ്ങൾ ഓർക്കുന്നു. എന്നെ അനുകരിക്കുന്നവരുടെ കൂടെ ചേരുവിൻ, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ. ഞങ്ങൾക്ക് ഇത്ര വലിയ സാക്ഷികളുടെ വലിയ സമൂഹം പരിശുദ്ധ സഭയിൽ തന്നതിനായി സ്തോത്രം. ഞങ്ങൾക്കും കർത്താവിന് വേണ്ടി ജീവിക്കുവാനും കർത്താവിന് വേണ്ടി മരിക്കുവാനും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തെ കൊല്ലുന്നവനെ ഭയപ്പെടാതെ, ശരീരത്തെയും ആത്മാവിനെയും കൊല്ലുന്നവനെ ഭയപ്പെട്ടുകൊണ്ട് ക്രൈസ്തവ ജീവിതം, ഈ ശുശ്രൂഷ ജീവിതം, സുവിശേഷ പ്രഘോഷണ ജീവിതം, ആതുര ശുശ്രൂഷാ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുവാൻ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. സകലവും ഞങ്ങൾക്കായി കാൽവറിൽ ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരം തരുമാറാകണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ.